തൂലിക പടവാളാക്കിയ ശ്രീ വയലാർ രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിത. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫൽഗുണസന്ധിയിൽ, വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫൽഗുണസന്ധിയിൽ, പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവ രാമൻ തെളിച്ചിട്ട സഞ്ചാരവീതി കണ്ടു ശ്രീരാമനെ, കണ്ടു ശ്രീരാമനെ, കണ്ടു ശ്രീരാമൻ ഏതോ തപോധനൻ കൊണ്ടു നടക്കും കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തിനുന്മാദം ഉണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ, കണ്ണെടുക്കാതെ, കണ്ണെടുക്കാതെ ഒരഭൗമരോമാഞ്ചമായി നിന്ന സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പ ശരങ്ങളെ രാധ്യമാരാമനിൽ മോഹം തുടിച്ചുണർന്നിടവെ താടി തടാവി ചിരിച്ചു ചൊല്ലി മുനി, താടക എന്ന നിശാചരിയാണവൾ. ചിത്രശിലാതലങ്ങൾക്കുമീതെ, ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർ മെത്ത വിരിക്കും സുരഭിയാം തെന്നരിൽ, ആ രാത്രി, ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ. കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥിതന്നരികത്ത് അനുരാഗദാഹ പരിവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരയെത്തിക്കിടക്കുന്ന കാർകൂന്തലിൽ ഹേമാങ്കങ്ങളിൽ താടകതൻ തളിർത്താമര മുട്ടിളം കൈവിരൽ ഓടവേ. അജ്ഞാതം, അജ്ഞാതം ഏതോ മധുരാനുഭൂതിതൻ അർദ്ധസുത്താന്ത വികാരമുണരവേ. ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നുപോയി രാമന്റെ കണ്ണുകൾ. മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു, മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക. ആര്യവംശത്തിനടിയറവ് വെക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണ്ണ സിംഹാസനം? ആര്യവംശത്തിൻ അടിയറവ് വെക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണ്ണ സിംഹാസനം? ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകുടി. യജ്ഞകുണ്ഡത്തിനരികിൽ നിന്നും വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിദ്യാടവി. വില്ലു കുലയ്ക്കൂ, ശരം കൊടുക്കൂ, രാമ കൊല്ലൂ, നിശാചരി താടകയാണവൾ. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം, ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നുപോയി. സ്തബ്ധയായി പുത്രി വിയോഗത്താൽ വിദ്യാജലം.